അശ്വതി നക്ഷത്രക്കാർ പല വിഷയങ്ങളെക്കുറിച്ചും സാമാന്യ ജ്ഞാനമുള്ളവരാണ്. ഇവർക്ക് ഊർജ്ജസ്വലതയോടും ബുദ്ധിപൂർവമായും ഉത്സാഹത്തോടുകൂടിയും പ്രവർത്തിക്കാൻ സാധിക്കും. ഇവരിൽ കലാരസികതയും വിനോദപ്രിയവും ഉണ്ടായിരിക്കും. വിവേകശക്തി, ചുറുചുറുക്ക്, പ്രസരിപ്പ്, ചൈതന്യം, ശാന്തഗാംഭീര്യം എന്നിവ ഇവരുടെ വിശേഷ ഗുണങ്ങളാണ്. ഒരു കാര്യം വേണമെന്ന് നിശ്ചയിച്ചാൽ അതിലേക്ക് നിരന്തരം പ്രയത്നിക്കുന്ന സ്വഭാവം ഇവരിൽ കാണും. മറ്റുള്ളവർക്ക് ഇത് നിർബന്ധ ബുദ്ധിയാണെന്ന് തോന്നിപ്പോകും. താൻ ആഗ്രഹിക്കുന്നത് നടന്നില്ലെങ്കിൽ ഇവർക്ക് മുൻകോപം വരിക സ്വാഭാവികമാണ്. ഓരോ വിഷയത്തെപ്പറ്റിയും ഇവർ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കും. കാര്യങ്ങളെപ്പറ്റിയും അവ നേടാനുള്ള പോംവഴികളെപ്പറ്റിയും ചിന്തിച്ചു നിൽക്കാറില്ല. ഇതുകൊണ്ട് മറ്റുള്ളവർ ഇവരെ വീണ്ടുവിചാരമില്ലാത്തവരാണെന്ന് പറയും. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന സ്വഭാവം ഇവർക്കില്ല. മാത്രമല്ല, ആ ലക്ഷ്യം നേടാൻ കിണഞ്ഞു ശ്രമിക്കുന്ന നിശ്ചയദാർഢ്യം ഇവർക്കുണ്ട്. ഈ സ്വഭാവം കാരണം അശ്വതിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പൊതുവെയുള്ള ധൃതി സ്വഭാവം പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന സ്വഭാവത്തെയും ഒന്ന് നിയന്ത്രിച്ച് ഓരോ കാര്യവും വിവേകപൂർവ്വം തീരുമാനിക്കുകയും യുക്തിപൂർവ്വം വരും വരായികൾ ചിന്തിക്കുകയും ചെയ്ത് സാവധാനം പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും. കമ്പനി മാനേജർമാർ, ഭരണാധികാരികൾ, സൈന്യാധിപന്മാർ തുടങ്ങിയവർ ആത്മനിയന്ത്രണവും യുക്തിബോധവും വിവേകശക്തിയുമുള്ള അശ്വതി നക്ഷത്രക്കാരായിരിക്കും. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴന് ബലമുണ്ടെങ്കിൽ നിങ്ങളിൽ മുകളിൽ പറയുന്ന ഗുണങ്ങൾ സ്വാഭാവികമായി തന്നെ ഉണ്ടാകും. അശ്വതി നക്ഷത്രക്കാർ സ്വന്തം അഭിപ്രായം അനുസരിച്ചേ പെരുമാറുകയുള്ളൂ. മറ്റുള്ളവർ എതിരഭിപ്രായം പറയുന്നത് ഇഷ്ടപ്പെടുകയില്ല. സൗകര്യപ്പെട്ടാൽ എതിർക്കുകയും ചെയ്യും. എതിർക്കുന്ന സ്വഭാവവും തർക്കിക്കുന്ന സ്വഭാവവും ഇവരുടെ കൂടപ്പിറപ്പാണ്. എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ രൂക്ഷവും പൗരുഷവുമായ ഭാഷ ഉപയോഗിക്കും. ശനി ജാതകത്തിൽ ദുർബലനായി രണ്ടാം ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അസഭ്യമായ ഭാഷ പോലും പ്രയോഗിച്ചു കളയും. എതിരാളിയുടെ സ്ഥാനമോ നിലയോ ഒന്നും നോക്കാറില്ല. മുന്നേറ്റവും തൻ്റെ അഭിപ്രായം സ്ഥാപിക്കലുമായിരിക്കും അവരുടെ ലക്ഷ്യം. അശ്വതി നക്ഷത്രക്കാർക്ക് സ്വന്തം കഴിവുകളെപ്പറ്റി വലിയ മതിപ്പാണ്. അവർ മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കുന്നതിൽ സന്തോഷപ്രിയരുമാണ്. തൻ്റെ സഹായം തേടുന്നവരെ സഹായിക്കാൻ തയ്യാറായി തൻ്റെ അസൗകര്യങ്ങളെല്ലാം മറന്ന് അവർ പ്രവർത്തിക്കും. സഹായം തേടി വരുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും അധികം സഹായം ലഭിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നത് ഒരുതരം ഭ്രാന്തോ ദൗർലഭ്യമോ ഇവർക്ക്. അശ്വതിക്കാരുടെ ഈ ദൗർലഭ്യത്തെ മറ്റുള്ളവർ നല്ലപോലെ മുതലെടുക്കും. പകരം കൃതജ്ഞതയും കാണിക്കും. പ്രാചീന സിദ്ധാന്തങ്ങളോട് ഇവർക്ക് വലിയ മതിപ്പാണ്. അവയ്ക്ക് നവീന വ്യാഖ്യാനങ്ങൾ നൽകി സ്വീകരിക്കാൻ ശ്രമിക്കും. ഒരിക്കലും മതഭ്രാന്തന്മാരോ അന്ധവിശ്വാസികളോ ആകാറില്ല. ഇവർ വലിയ അഭിമാനികളാണ്. അഭിമാനത്തിന് ക്ഷതമോ കോട്ടമോ ഒറ്റുന്ന പ്രവൃത്തികളിൽ ഇടപെടാറില്ല. തൻ്റെ അഭിമാനങ്ങൾക്ക് ഭംഗം വരുത്തുന്നവർക്ക് തക്ക സമയത്ത് പകരം ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാരെ എതിരാളികളാക്കരുത്. അവരുടെ പ്രതികാര വാഴ്ച എളുപ്പം കെട്ടടങ്ങുന്നതല്ല. പെട്ടെന്ന് തീരുമാനമെടുക്കാനും പ്രവർത്തിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുമുള്ള വെമ്പൽ കാരണം ഇവർ സ്വേച്ഛാധിപതികളെപ്പോലെ പെരുമാറും. കീഴ്ജീവനക്കാരും സഹപ്രവർത്തകരും തൻ്റെ കൂടെ എത്തുന്നില്ല എന്ന് കാണുമ്പോൾ ക്ഷോഭിക്കും. ഇത് സഹപ്രവർത്തകരുടെ അഭിവൃദ്ധിക്കും മുഷിച്ചിലിനും നിസ്സഹകരണത്തിനും കാരണമാക്കുന്നതിൽ ഈ സ്വഭാവം നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ മനസ്സമാധാനം നശിക്കും. ലോകരോട് തന്നെ നീരസവും പുച്ഛവും തോന്നാൻ ഇടവരും. അമിതമായ ആത്മവിശ്വാസം കാരണം അപകടങ്ങളിൽ ചാടാൻ ഇടയുണ്ട്. മനോവിഷമങ്ങൾ സാധാരണയായി ഉണ്ടാകുമെങ്കിലും അതിനെ പുറത്തു കാണിക്കാറില്ല. സ്വന്തം ക്ലേശങ്ങളുടെ പരിഹാരത്തിനായി മറ്റുള്ളവരെ സമീപിക്കുന്നത് ഇവരുടെ ആത്മാഭിമാനം സമ്മതിക്കുകയില്ല. കുടുംബഭരണത്തിൽ വരുന്ന ക്ലേശങ്ങൾ ഇവർ ഭാര്യയെപ്പോലും അറിയിക്കുകയില്ല. കുടുംബത്തിനോടും കുട്ടികളോടും ഇവർക്ക് വലിയ സ്നേഹമാണ്. എന്തു ത്യാഗം സഹിച്ചും കുടുംബ സുഖം നിലനിർത്തും. പക്ഷേ കുടുംബത്തിൽ നിന്ന് ഇവർക്ക് ആനുകൂല്യം കുറവായിരിക്കും. ഇവർ അടുക്കും ചിട്ടയും ണമെന്ന് നിർബന്ധക്കാരാണ്. താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, മുറി, കിടക്ക, ഡ്രസ്സ് തുടങ്ങിയവ വൃത്തിയാക്കി സൂക്ഷിക്കും. ബാത്റൂം വൃത്തിയാക്കാനും മുറികളിൽ പൊടിയടിക്കാനും കുളിക്കാനും മറ്റും ഇവർ മണിക്കൂറുകൾ ചിലവാക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സമ്പൂർണ്ണമായി ആനന്ദകരമാകാൻ ഇടയില്ല. ഭാര്യകാരനും ഭാര്യാധിപനുമായ ശുക്രന് ഭാര്യസ്ഥാനത്തിൻ്റെ അഷ്ടമാധിപത്യവും കൂടി ഉള്ളതാണ് കാരണം. ഇതിന് ഭാര്യയെയോ ഭർത്താവിനെയോ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. പ്രകൃതിയുടെ നിയമമാണിത്. ഈ നിയമത്തെ മാനിച്ച് വിവേകപൂർവ്വം പെരുമാറിയാൽ മതി. ജീവിതം തൃപ്തികരമായിരിക്കും. ഇവരുടെ ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും ആരോഗ്യവും സൗന്ദര്യവും ഒരുമിച്ച് കാണുകയില്ല. ഒന്നുകിൽ ആരോഗ്യം അല്ലെങ്കിൽ സൗന്ദര്യം. ഇതിൽ ഒന്നുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ജാതകത്തിൽ ശുക്രനും ചന്ദ്രനും അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ദാമ്പത്യം ക്ലേശകരമായി അനുഭവപ്പെടും. രാഹു ശനി അനിഷ്ടസ്ഥാനത്താണെങ്കിൽ വിവാഹത്തിന് കാലതാമസവും വിവാഹത്തിന് ശേഷം വിരഹവും അനുഭവപ്പെടും. ചൊവ്വ അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ഭാര്യയുടെ അനാരോഗ്യ കാരണവും തനിക്ക് വരുന്ന ധാതുക്ഷയവും ലൈംഗിക രോഗങ്ങളും കാരണം വിവാഹ ജീവിതം ക്ലേശകരമായിരിക്കും. ബുധനോ ശനിയോ അനിഷ്ടസ്ഥാനത്താണെങ്കിലോ കൃത്രിമ ബന്ധം പുലർത്തിയെന്നും വരാം. സ്ത്രീകൾ സ്വാഭാവികമായി തന്നെ ഇവരിൽ ആകൃഷ്ടരാകും. സ്ത്രീകളുമായുള്ള ബന്ധത്തിൽ വലിയ ദുർഘടങ്ങൾ ഉണ്ടാകും. സുഖലോലുപതയും ലൈംഗിക സുഖാസ്യത്വവും ഇവരിൽ മുന്നിട്ട് നിൽക്കും. അല്പം ലഹരിപ്രിയവും ഇവരിൽ കാണാം. ഈ ദൗർലഭ്യങ്ങൾ നിയന്ത്രിതമാക്കാൻ ഇടയുള്ളത് കൊണ്ട് ഇക്കാര്യത്തിൽ നിയന്ത്രണവും സംയമനവും പാലിക്കണം.
അല്ലെങ്കിൽ ജീവിതം ആകെ താറുമാറാകും. പണം കൈകാര്യം ചെയ്യുന്നവരും അധികാരം കൈയാളുകളുമായ അശ്വതിക്കാരിൽ മുകളിൽ പറഞ്ഞ ദൗർലഭ്യങ്ങളിൽ നിന്നും വളരെ വേഗം മുതലെടുക്കാൻ ദുഷ്ടബുദ്ധികളും സാമർത്ഥ്യവാന്മാരായ കീഴ്ജീവനക്കാരും ഇടപാടുകാരും ശ്രമിക്കും. അതൊന്ന് കരുതിയിരിക്കണം. ഇല്ലെങ്കിൽ ജോലി പോകും, ബന്ധനത്തിലുമാകും. ഇവർക്ക് വിശപ്പും ദാഹവും സഹിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ പിത്തപ്രകൃതരായിക്കൊണ്ടേ പ്രാപനാശക്തി കൂടുതലാണ്. ഒറ്റയടിക്ക് ഒരുപാട് ഭക്ഷിക്കുന്നതിനു പകരം ഇടയ്ക്കിടെ അല്പല്പം ഭക്ഷിക്കുന്നതാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. തണുപ്പിനോട് വളരെയധികം ഇഷ്ടമായിരിക്കും. കുളിക്കാനോ കുടിക്കാനോ ചൂടുവെള്ളം ഇഷ്ടപ്പെടാറില്ല. നല്ല രക്തപ്രസരിപ്പുണ്ടാകും. ജാതകത്തിൽ ചൊവ്വ, രാഹു, കേതു, രവി ഇവർ ആരോഗ്യത്തെ ബാധിക്കാത്ത വിധത്തിൽ നിന്നാൽ രക്തസമ്മർദ്ദം, ബ്ലഡ് ക്യാൻസർ, വയറുവേദന, ഉദരവ്രണം, രക്തസ്രാവം, രക്ത അർശസ്, തലചുറ്റൽ, അതിയായ വിശപ്പ്, മൂത്രാശയ രോഗങ്ങൾ, ലൈംഗിക രോഗങ്ങൾ, വിളർച്ച, ത്വക്ക് രോഗങ്ങൾ, രക്തം കയറുന്ന രോഗങ്ങൾ, മുടന്ത് എന്നിവ വരാനുള്ള സാധ്യത കൂടും. തലയിൽ മുറിവ് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ഹെൽമെറ്റ് ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. സംഗീതം, നൃത്തം തുടങ്ങിയ കലകളിലും വ്യായാമങ്ങളിലും താല്പര്യമുണ്ടായിരിക്കും. പരിശീലിച്ചാൽ പ്രദർശന പാഠവും ലഭിക്കും. ജ്യോതിഷ സിദ്ധാന്തവും കലാപുരുഷൻ്റെ ഗ്രഹനില അനുസരിച്ച് ചൊവ്വയാണ് ഏറ്റവും ഉത്തമ ഗ്രഹം. അതിനുശേഷം വ്യാഴം, പിന്നെ ചന്ദ്രൻ ചൊവ്വയ്ക്ക് നീചമോ വന്നാൽ കാർത്തിക, മകീരം, പുണർത്തം ബന്ധമോ അല്ലെങ്കിൽ വിവേകമില്ലാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാകും. അത് മരണതുല്യമായ ക്ലേശത്തിനും കാരണമാകും. വ്യാഴവും ചൊവ്വയിലും ശനിയിലും അനുകൂല സ്ഥാനത്ത് നിന്നാൽ ആദർശമുള്ളവരും സത്കർമ്മപ്രിയരുമായിരിക്കും. ഇവർക്കൊരു പ്രത്യേകതയുള്ളത് ഭാഗ്യവും ദോഷവും ഒരുമിച്ച് വരും. ഭാഗ്യം കൊണ്ട് വിജയമോ ഉയർച്ചയോ ഉണ്ടാകുമ്പോൾ ഭാഗ്യദോഷം കൊണ്ട് പരാജയം വരെ ഉണ്ടാകാം. എന്നാലും അവസാന നിമിഷത്തിൽ ദൈവാധീനം ഉണ്ടായിരിക്കും. കുടുംബത്തിൻ്റെ ചുമതലയും കർത്തവ്യങ്ങളും നന്നായി നിറവേറ്റും. കർത്തവ്യത്തിൻ്റെ സ്വന്തം കാര്യങ്ങളെ അവഗണിക്കും. 33 വരെ ജീവിതം ക്ലേശകരമായിരിക്കും. അതിനുശേഷം ജീവിതത്തിന് സ്ഥിരത വരും. 58 വയസ്സിനു ശേഷം വിശ്രമ ജീവിതം തുടങ്ങിയവരായിരിക്കും.